കാൻസ്ബർഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൻസ്ബർഗ് എന്താണ് ചെയ്യുന്നത്? കാൻസ്ബർഗിൻ്റെ ഭാവി പരിപാടികൾ എന്താണ്? അപ്പോൾ അങ്ങനെ കുറച്ച് സംശയങ്ങളും എന്നെ വിളിച്ചിട്ടുള്ള പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാൻസ്ബർഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഞാൻ സിനിമയിൽ കുറച്ച് കാലം മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ് വരെ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്തുനിന്ന് ഞാൻ സിനിമ എന്ന് പറയുന്ന സ്പേസിൽ നിന്ന് എന്നെ അറിയാവുന്ന ഒരുപാട് പേര് എന്നെ മറന്നു പോയിട്ടൊരു 10 വർഷമാവുന്നു. ആ 10 വർഷത്തിൻ്റെ ഇപ്പുറം ഞാൻ ജോലി ചെയ്യുന്ന പല കമ്പനികളിലും ഉപജീവനത്തിനാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഉപജീവനത്തിന് വേണ്ടി പല ടെറൈൻസിലും വർക്ക് ചെയ്ത സമയത്തും നമ്മുടെ ഉള്ളിലൊരു സ്വപ്നം ഇങ്ങനെ നിൽക്കുകയാണ്: വിഷ്വൽ, സിനിമ, ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഞാൻ അന്ന് സിനിമ എന്ന് പറയുന്ന സ്പേസിൽ നിന്നും മാറിക്കഴിഞ്ഞ് വളരെ കാലം ഇങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഒരുപാട് സ്പേസസ്സാണ്. ഇന്ന് സിനിമ മാത്രമല്ലല്ലോ, ഇന്ന് യൂട്യൂബായി, ഇൻസ്റ്റാഗ്രാമായി, വലിയ വീഡിയോയിൽ നിന്നും ചെറിയ വീഡിയോകളായി, റീലായി, ഷോർട്സായി. ഒരു കാര്യം എങ്ങനെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് 15 സെക്കൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, 30 സെക്കൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊക്കെ പല തരത്തിലുള്ള പ്ലാറ്റ്ഫോംസും കല്യാണ വീഡിയോകൾക്ക് വരെ സിനിമയുടെ ക്വാളിറ്റിയുള്ള കാലമാണ്. അപ്പോൾ ഇതെല്ലാം എവിടെയാണ് കാണുന്നത് എന്നൊരു പ്രസക്തമായ പ്രശ്നമുണ്ട്. 90% ഫോണിലാണ് കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ 90% ആൾക്കാർ ഫോണിൽ കാണുമ്പോൾ ഈ കണ്ടൻറ് ഉണ്ടാക്കുന്ന ആൾക്കാരെടുക്കുന്ന പെയിനിന് എന്തർത്ഥമാണ് ഉള്ളത് എന്നൊരു ചിന്താഗതി എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അതായത് വലിയ ലൈറ്റ് സെറ്റപ്പ് വരുന്നു, സൗണ്ടിന് ക്വാളിറ്റി വരുത്തുന്നു, അല്ലെങ്കിൽ വിഷ്വലിന് ക്യാമറ, ലെൻസ്, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ ഫ്രെയിമിലാണോ ഇത് കാണേണ്ടതെന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട് ഏത് ക്രിയേറ്ററിനും. അതുകൊണ്ടാണല്ലോ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ക്രിയേറ്റേഴ്സിന് ആനന്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ അതിന് ചിന്തിച്ച ഒരു മാർഗമാണ്, നമുക്ക് എന്തുകൊണ്ട് ഒരു ബിഗ് സ്ക്രീൻ സ്പേസ് പബ്ലിക്കിന് കൊടുത്തുകൂടാ? അപ്പോൾ അതിനകത്ത് സിനിമ മാത്രമല്ല, ഇന്ന് ഓരോ പ്രേക്ഷകൻ്റെ കയ്യിലും ബ്ലൂറേ ഡിസ്ക് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ കല്യാണ വീഡിയോയുടെ നല്ല ക്വാളിറ്റി പ്രിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് അടിപൊളിയായിട്ടുള്ള ഫോർമാറ്റിലുള്ള സാധനങ്ങളുണ്ട്. ഷോർട്ട് ഫിലിം തന്നെ ആലോചിച്ച് നോക്കൂ, ഷോർട്ട് ഫിലിം തന്നെ സിനിമയുടെ ക്വാളിറ്റി ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കിത് വലിയ സ്ക്രീനിൽ എത്രത്തോളം നന്നായി കൊടുക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് ആദ്യം മനസ്സിൽ വന്നത്. അപ്പോൾ ആ ചിന്താഗതിയുടെ ഭാഗമായിട്ട് എങ്ങനെ നമുക്കൊരു തിയേറ്റർ സ്പേസ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പോൾ ആ ചിന്തയിൽ നിന്ന് നമ്മൾ ചെറിയ തിയേറ്റർ, പലരും ഹോം തിയേറ്റർ എന്ന് പറയുന്നത് തിയേറ്ററിൻ്റെ ചെറിയ വെർഷനായിട്ടാണ് കാണുന്നത്. അല്ല, അങ്ങനെയല്ല. ഹോം തിയേറ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവ് വേറെയും ഒരു മിനി തിയേറ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവ് വേറെയുമാണ്. അപ്പോൾ മിനി തിയേറ്റർ എന്ന് പറയുന്നത് ഒരു തിയേറ്ററിനെ എത്രത്തോളം കോമ്പാക്റ്റ് ആക്കാം, എന്നാൽ സെയിം ക്വാളിറ്റി എങ്ങനെ ഡെലിവർ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം. അപ്പം അങ്ങനെയാണ് നമ്മൾ കാൻസ്ബർഗിൻ്റെ ഒരു ഫസ്റ്റ് ത്രെഡ് മനസ്സിൽ വരുന്നത്. ഈ ത്രെഡിൽ നിന്നാണ് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ആശയമായിട്ട് നമ്മൾ രംഗത്ത് വരുമ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റ്, ഫ്യൂച്ചറിൽ ഓപ്പറേഷണൽ കോസ്റ്റ്, ഇങ്ങനെ 2 സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളിൽ ഞാൻ എവിടെ ഈ പ്രോഡക്റ്റിനെ പ്ലേസ് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ 24 കൊല്ലം കഴിഞ്ഞു എൻ്റെ വീട് വെച്ചിട്ട്. എൻ്റെ അച്ഛൻ വെച്ച വീടാണ്. അപ്പോൾ ആ വീടിനകത്ത് ഒരു യൂസ് ചെയ്യാതെ കിടന്ന 2 സ്പേസ് ഉണ്ട്, ഒരു ഓപ്പൺ ടെറസും ഒരു ടെറസും. നമ്മളത് നമ്മുടെ സ്പേസ് ആക്കി. ഇതിന് കമ്പനി പേഴ്സ്പെക്റ്റീവിൽ ഒരു കാര്യമുണ്ട്. അതായത് സ്വന്തം വീട്ടിൻ്റെ മുകളിൽ തുടങ്ങുന്ന പ്രസ്ഥാനം പൊളിച്ചുകൊണ്ട് പോകാനല്ല ആരും ചെയ്യുന്നത്, ഇത് വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു ടീം വേണം. നമുക്ക് എന്തൊക്കെ വേണം? ആദ്യം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം, ഒരു ടീം വേണം. അങ്ങനെ എൻ്റെ ഭാര്യ, എൻ്റെ ലൈഫ് പാർട്ട്ണർ എൻ്റെ കൂടെ വരുന്നു, എൻ്റെ അനിയന്മാരായിട്ടുള്ള അനന്തു, നന്ദു, ആകാശ്, ഇങ്ങനെയുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. ഇപ്പോൾ അടുത്തില്ലെങ്കിലും കാനഡയിലും ലണ്ടനിലും ഇരുന്ന് നമ്മളെ മോറലി സപ്പോർട്ട് ചെയ്യുന്ന അരുണെന്ന് പറഞ്ഞ സഹോദരനും ഉണ്ണിമായ എന്ന് പറഞ്ഞ സഹോദരിയും വരുന്നു. അങ്ങനെ ഞങ്ങളൊരു ടീം ഉണ്ടാക്കി ആ ഐഡിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ അടുത്ത ആവശ്യമുള്ള കാര്യം സ്കിൽഡ് വർക്കേഴ്സാണ്. സ്കിൽഡ് വർക്കേഴ്സിന് എൻ്റെ തന്നെ ടെറൈനിലുള്ള വട്ടിയൂർക്കാവിൽ തന്നെ ഉള്ള ചോദ്യ എഞ്ചിനീയറിംഗിലെ വിനോദേട്ടൻ എൻ്റെ ടീമപ്പ് ആവുന്നു. ഇവിടെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക്സും ചെയ്യുന്ന ജയൻ ചേട്ടൻ എൻ്റെ ടീമിൽ അസോസിയേറ്റ് ആവുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങുന്നു.